അജിത് പവാർ അന്തരിച്ചു എന്നുള്ള വിവരം തന്നെ വരുന്നുണ്ട്. അതിൽ സ്ഥിരീകരണം വരുന്നുണ്ട്. ബാരാമതിയിൽ വിമാന അപകടമുണ്ടാകുന്നു. അതിൽ 6 പേരുണ്ടായിരുന്നു. അതിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറും ഉണ്ട് എന്ന് അന്നേരം തന്നെ സ്ഥിരീകരണം വന്നതാണ്. പുലർച്ചെ മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് വരുന്ന ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു അജിത് പവാറും അദ്ദേഹത്തോടൊപ്പം മറ്റ് 5 പേരും ഉണ്ടായിരുന്നത്. ഈ വിമാനം ബാരാമതിയിൽ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ഈ അപകടത്തിൽപ്പെട്ടത്. തുടർന്നാണ് ഈ അജിത് പവാർ അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക്, ബാരാമതിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ ഔദ്യോഗികമായ അദ്ദേഹത്തിൻ്റെ മരണവിവരം സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ ഇതുവരെയും അറിയിപ്പുകളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അജിത് പവാർ ഈ വിമാനാപകടത്തിൽ മരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 66 വയസ്സായിരുന്നു അജിത് പവാറിന്. അദ്ദേഹം മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. പവാർ കുടുംബത്തിൻ്റെ തട്ടകമായ ബാരാമതിയിൽ ഉണ്ടായ വിമാന അപകടത്തിലാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് DGCയുടെ ഉന്നതതല അന്വേഷണം നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നതിനെ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതായുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് വിമാനത്തിന് സാങ്കേതികമായ ചില തകരാറുകൾ നേരിട്ടു. അതുകൊണ്ട് തന്നെ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പെർമിഷൻ ഈ വിമാനത്തിൻ്റെ പൈലറ്റ് ATCയുടെ എയർ ട്രാഫിക് കൺട്രോളിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ്, ആ അനുമതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ എമർജൻസി ലാൻഡിങ്ങിന് ശ്രമിക്കുക. ആ സമയത്ത് വിമാനം അപകടത്തിൽപ്പെട്ടു എന്നതുമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്.